സന്തോഷത്തോടെയും സമാനത്തോടെയും ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഹായ്, ഞാൻ ഷാജി കുര്യൻ ഫ്രം സോഷ്യൽ മീഡിയ. എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാമെന്നതിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പലരും അറിയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉള്ള സന്തോഷം, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സസ്റ്റൈനിങ് ആയിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത്, നമ്മൾ മുഖാന്തരം കുറച്ച് വ്യക്തികൾ ജീവിതം ലക്ഷ്യമുണ്ടാക്കുകയും ജീവിതത്തിൽ രക്ഷപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരത് പറയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ പർപ്പസ് ഉണ്ടാവുകയും നമ്മളുടെ ജീവിതത്തിന് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെത്തുകയും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ഈ ലോകത്തിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പർപ്പസ് ആയിട്ടാണ് ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവുകൾ കൊടുക്കുന്ന ആദ്യം മനസ്സിലാക്കി. പല ആളുകൾക്ക് ഈ കഴിവുകൾ മനസ്സിലാക്കാതെയാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോകുന്നത്. അതിലൊരു വ്യക്തി പറഞ്ഞ കാര്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ പ്രഷർ കിടക്കുന്നത് സിമിത്തേരിയിലാണ്. കാരണം പല വ്യക്തികളും, ലോകത്തിലെ 80% ആളുകളും അവരുടെ കഴിവുകൾ മനസ്സിലാക്കാതെ ഈ ലോകം വിട്ടുപോയിട്ട് സിമിത്തേരിയിലാണ് ഈ പറയുന്ന കഴിവ്, ഈ പ്രഷർ പോലും കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. സോ നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ പലരും അതുവഴി രക്ഷപ്പെടുകയും ചെയ്യും, അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആവുകയും ചെയ്യുമ്പോൾ അതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. ഈ ജീവിതത്തിൽ പലരും ചെയ്താണ് കടന്നത്. നമ്മൾ ഓരോരുത്തരും എന്ത് കാര്യമാണ് ചെയ്യുന്നത്? ജോലി ചെയ്യുന്നുണ്ടാവും, ചിലര് ബിസിനസ് ചെയ്യുന്നുണ്ടാവും, പലരും സർവീസ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? പലരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, ഒരു ജോലി നേടുക, വരുമാനം ഉണ്ടാക്കുക എന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ വേണ്ടത്? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എത്ര പ്രവർത്തിക്കും? നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരുടെയോ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്നത് ആരുടെയോ ആവശ്യം നിറവേറ്റാൻ. ഏത് വ്യക്തിയും ലോകത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഡിമാൻഡ് ഉണ്ട്. ആ ചെയ്യുന്ന പ്രവൃത്തി, ആ സർവീസ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ആവശ്യക്കാരുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ജോലിക്കാൻ സാധിക്കുന്നത്.